എയർ കേരള വിമാന സർവീസിന്റെ ഹബ്ബായി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെ പ്രഖ്യാപിച്ചു. മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. കൊച്ചിയിൽ നിന്നുമായിരിക്കും ആദ്യ സർവീസ് തുടങ്ങുക. സാധാരണക്കാർക്കും വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എയർ കേരള നിലവിൽ വരുന്നത്. ജൂണിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കൊച്ചി കേന്ദ്രീകൃതമായായിരിക്കും എയർലൈൻസ് പ്രവർത്തിക്കുക. വിമാന സർവീസിന്റെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു. കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം സർവീസ് നടത്താൻ ഇപ്പോൾ 5 വിമാനങ്ങളാണ് കരാറെടുത്തിട്ടുള്ളത്. 2 വർഷത്തിനകം 20 വിമാനങ്ങൾ എത്തുന്നതോടെ രാജ്യാന്തര സർവീസ് ആരംഭിക്കും. നിലവിലുള്ള മറ്റ് വിമാന കമ്പനികളിലേതിനേക്കാൾ നിരക്കും കുറവായിരിക്കും. എന്നാൽ കൂടുതൽ പ്രത്യേകമായ സേവനങ്ങൾക്ക് നിരക്ക് ഈടാക്കും. കപ്പലണ്ടി കൊടുത്ത് ബാംഗ്ലൂരേക്ക് കയറ്റിവിടുക എന്നുള്ളത് മുമ്പ് തമാശയായിരുന്നെങ്കിൽ ഇന്ന് റിയാലിറ്റിയാണ്. കാരണം അൾട്രാ ലോ കോസ്റ്റ് സിസ്റ്റം വരുന്നത് തന്നെ B2B എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ്. ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക, അവിടുന്ന് ബോർഡിംഗ് തൊട്ട് എല്ലാം നിങ്ങൾ ഓൺ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സർവീസ് എയർലൈൻ സർവീസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോമിനായിട്ടുള്ള ഒരു ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കൊച്ചി ബേസായിട്ടുള്ള ആദ്യത്തെ എയർലൈനായിരിക്കും തുടങ്ങുന്നത്. നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗവൺമെന്റ് ഇപ്പോ ഹെലി ടൂറിസം പോളിസി അംഗീകരിച്ചിട്ടുണ്ട്. പരമാവധി ടൂറിസ്റ്റ് സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായി ഇത്തരത്തിലുള്ള സർവീസുകളും എങ്ങനെയൊക്കെ ക്രമീകരിക്കാൻ കഴിയും എന്നത് സർക്കാരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. എംപിമാരായ ഹൈബി ഈഡൻ, ഹാരിസ് ബീരാൻ, അൻവർ സാദത്ത് MLA, എയർപോർട്ട് ഡയറക്ടർ G. മനു, എയർ കേരള ചെയർമാൻ അഫി അഹമ്മദ്, CEO ഹരിക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 കൊച്ചി.